ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഒരു എൻട്രിയുടെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് നിഫ്റ്റിയിൽ. ആ എൻട്രി ഏരിയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഒരു ക്യാൻഡിൻ്റെ ലോയിലാണ് പൊസിഷൻ്റെ ടൂൾ വെച്ച് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, കറക്റ്റായിട്ട് വരികയാണെങ്കിൽ 25,541.4 എൻട്രി. ടാർഗറ്റ് ഡേ ഹൈ ആണ്, ഒന്നെങ്കിൽ ഡേ ഹൈ അല്ലെങ്കിൽ 30 പോയിൻറ്റ്സ് പ്രീമിയത്തിൽ. SL ആസ് യൂഷ്വൽ 6 പോയിൻ്റ് തന്നെ. സോ അവിടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. എൻട്രി എടുക്കാൻ പോകുന്നത് 25,500 കോൾ ഓപ്ഷനാണ്. അത് ഏകദേശം ATM ആയിട്ടുള്ള സ്ട്രൈക്കാണ്. 550 അടുത്താണ്. സ്ലൈറ്റ്ലി ITM ആയിരിക്കും, പക്ഷെ കുഴപ്പമില്ല. 550 താഴെയാണല്ലോ നമ്മൾ എൻട്രി ഏരിയ, അതുകൊണ്ട് 500 കോൾ ഓപ്ഷൻ എടുക്കാം. സോ എൻട്രി എടുക്കാനുള്ള റീസണും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഓൾറെഡി ടാപ്പ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ താഴേക്ക് വരുന്നുണ്ട്. ഇല്ല, ടാപ്പ് ചെയ്തില്ല, അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. കുറച്ച് നേരം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പ്രോപ്പർ എൻട്രിയാണ്. ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തതിനു ശേഷം 1 മിനിറ്റിൽ വരുന്നൊരു എൻട്രിയാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എൻട്രി വരുന്ന. ഓക്കെ, അത് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാം. അവിടെ ഫോണിലാണ് നിൽക്കുന്നത്. എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പൊസിഷൻ നോക്കിയാൽ ട്രേഡ് റണ്ണിങ് ആണ്. ചെറിയൊരു പച്ചയിലാണ് സ്റ്റാർട്ട് ചെയ്ത ട്രേഡ്. എന്താണെന്നുള്ളത് നോക്കി നോക്കുക. അതിൽ ഓർഡറിൽ പോയിക്കാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 140.65 എൻട്രി വന്നത്. അതിൽ ടാർഗറ്റ് 170.65. രണ്ട് ഓർഡർ അങ്ങനെ തന്നെയാണ്. കറക്റ്റ് 30 പോയിൻറ്റ്സ് ആണ്. SL നോക്കുകയാണെങ്കിൽ 134.65, 6 പോയിൻറ്റിൽ തന്നെയാണ് SL വന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി മോഡിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടെണ്ണം 134.65. എല്ലാ ഓർഡറും കറക്റ്റായിട്ടാണ് വന്നത്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL, അതല്ലെങ്കിൽ ഡേ ഹൈ എത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം. അതിൽ നമ്മൾ എൻട്രി വന്നത് 140.65 ഇനി 140 കുറച്ചും കൂടെ മേലേക്കാണ്. 140. ഓക്കെ, എൻട്രി വന്നത് ഇവിടെ ആണ്. ഇനി ടാർഗറ്റ് 30 പോയിൻ്റ് ആണ്. 30 പോയിൻ്റ് വരും, ഏകദേശം ഇവിടേക്കായിട്ട് വരും 170.65. ഇനി SL നോക്കുകയാണെങ്കിൽ SL 6 പോയിൻ്റ് ആണ്. 6 പോയിൻ്റ് വരുമ്പോൾ 5 പോയിൻ്റുകളൊക്കെ ഏകദേശം ഈ റേഞ്ചിലൊക്കെ ആയിട്ട് വരും SL. സോ SL തൊട്ടടുത്ത് എത്തി നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ടാർഗറ്റും SLും എല്ലാവരും കൂടെ സെറ്റാണ്. ഇത് എന്തായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിക്കാം. SL ആണ്. ഫാസ്റ്റ് ഫോർവേഡ് അടിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് തോന്നണില്ല. പോക്കേണ്ടൊരു പെട്ടെന്ന് തന്നെ അടിക്കുന്ന പോലെ തോന്നുന്നു. 300-400 ലോസിലേക്ക് എത്തിയിട്ടുണ്ട്. 900 രൂപ ലോസ് ആയി കഴിഞ്ഞാൽ SL അടിക്കും. ഇനി അതല്ല പ്രോഫിറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് 4,500 ആയിരിക്കും, 4,500 ആയിരിക്കും പ്രോഫിറ്റ് വരാം. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. SL അടിച്ചിട്ടുണ്ട്. 915 രൂപയാണ് നമുക്ക് SL ലോസ് വന്നത്. 15 രൂപ എന്നത് ചെറിയൊരു സ്ലിപ്പേജാണ്. സോ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഇന്നിപ്പോൾ ഒരു പുതിയ മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈ മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് ലോസാണ്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസാണ്. കുഴപ്പമില്ല. ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ടാണ്. ഇനി അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒഴിവാക്കി. ഇനി പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ പുതിയൊരു എൻട്രി നോക്കാം. മേലെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉള്ള ഇവിടെയാണ്. 25,600 റേഞ്ചിലൊക്കെയാണ് അത് പ്രീവിയസ് ഡേയിലുള്ളത്. ഒന്നെങ്കിൽ അത് ടാപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ടാപ്പ് ചെയ്യേണ്ടി വരും. എന്നാലേ ഇനി പുതിയൊരു എൻട്രി ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി പുതിയ വല്ല എൻട്രീസും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ ഒരു എൻട്രിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 25,550 പുട്ട് ഓപ്ഷനാണ് എൻട്രി എടുത്തത്. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. 150 ക്വാണ്ടിറ്റി. അതിൻ്റെ എൻട്രി പ്രൈസ് നോക്കുകയാണെങ്കിൽ 92.5 എൻട്രി വന്നത്. അതിൻ്റെ ടാർഗറ്റ് വന്നത് 122.5 ആണ്. എക്സാക്ട്ലി 30 പോയിൻറ്റ്സിൽ തന്നെയാണ് ടാർഗറ്റ് വന്നത്. ഇനി പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യാനൊന്നുമില്ല. SL നോക്കുകയാണെന്നുണ്ടെങ്കിൽ SL 86.5, അതും കറക്റ്റ് 6 പോയിൻറ്റിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് അതിലും ചേഞ്ചും കാര്യങ്ങളൊന്നും വരുത്താനില്ല. രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാം കറക്റ്റാണ്. ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല. ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL. ഇതിലിപ്പോൾ ടാർഗറ്റ് ഡേലോ ആയിരിക്കും വെക്കുന്നത്. ഞാൻ മറ്റേത് വെച്ച് കാണിച്ചത് 92.5 നമ്മളെ എൻട്രി പ്രൈസ്. 92.5 പറയുമ്പം കുറച്ചും കൂടെ താഴെ 92. ഓക്കെ, ഇവിടെയാണ് എൻട്രി വന്നത് 92.5. SL 6 പോയിൻ്റ്, ഇതിപ്പോൾ 5.75, ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ്. ഈ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 30 പോയിൻറ്റ്സ് കുറച്ചും കൂടെ മേലാണ്. ഏകദേശം ഇവിടെ കയറി 30. ഓക്കെ, കറക്റ്റ് 30. 122.5 അവിടെയാണ് ടാർഗറ്റ് വന്നത്. ഇത് ഒന്നെങ്കിൽ ഇതിൽ 30 പോയിൻറ്റ് ടാർഗറ്റ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി എക്സിറ്റ് ആവും. അതല്ലാണ്ടെങ്കിൽ നിഫ്റ്റീൻ്റെ ചാർട്ടിൽ ഡേയിലോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സിറ്റ് അടിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല തോന്നുന്നുണ്ട്. സാധനം SLലേക്ക് വരുന്നുണ്ട്. SL നമ്മൾ പാർട്ട് ഓഫ് ദി ഗെയിം ആണല്ലോ. ഒന്നെങ്കിൽ SL അല്ലെങ്കിൽ ടാർഗറ്റ്, അതാണ് നമ്മളെ പ്ലാന്. ആ പ്ലാനിൽ ഏത് വന്നാലും
പക്ക നീറ്റാണ്. ഓക്കെ, സോ ഇതിൽ നിഫ്റ്റീൻ്റെ ചാർട്ടിൽ എൻട്രി ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയയിലാണ് എൻട്രി വന്നത്. അവിടെ നിന്ന് എൻട്രി എടുത്ത് ടാർഗറ്റ് SL ഏകദേശം എവിടെയാണ് വരിക, ടാർഗറ്റ് ഞാൻ കാണിച്ചു തരാം. ഡേലോ ഏരിയ, ഓക്കെ, ടാർഗറ്റ് ഈ ഒരു റേഞ്ചിലാണുള്ളത്. അവിടേക്ക് ഏകദേശം 42 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ആ 42 പോയിൻ്റ് ആകുമ്പം 30 പോയിൻ്റ് പ്രീമിയത്തിൽ കിട്ടുകയാണെങ്കിൽ അതിൽ എക്സിറ്റ് ആവും. അതല്ല 30 പോയിൻ്റ് ഇല്ല, 30 പോയിൻറ്റിൽ കുറവാണെന്നുണ്ടെങ്കിൽ മാനുവൽ എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. മേലെ ഇവിടെ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ഉണ്ട്, അതൊന്നും ടാപ്പ് ചെയ്തില്ല. അതിൻ്റെ താഴെയുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ എൻട്രി എടുത്തത്. ഇനിയിപ്പോൾ SL അടിച്ച് മേലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഈ ഒരു പുതിയ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് ഒരു എൻട്രി നോക്കാം. അതായിരിക്കും ഇനി അടുത്തൊരു എൻട്രി. ഇത് SL അടിച്ച് മേലേക്ക് വരികയാണെങ്കിൽ, അതല്ല താഴേക്ക് പോയി ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് എന്താണെന്നുള്ളത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് വെച്ച് കാണിച്ചു തരാം. SL അടിക്കുമോ ടാർഗറ്റ് അടിക്കുമോ, ചെറുതായിട്ട് പ്രോഫിറ്റിലേക്ക് കയറി വരുന്നുണ്ട്. SLൻ്റെ അടുത്തേക്ക് പോയതിനു ശേഷം വീണ്ടും കയറി വരുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം. ഒന്നെങ്കിൽ SL, അതല്ലാന്നുണ്ടെങ്കിൽ 30 പോയിൻ്റ് ടാർഗറ്റ് പ്രീമിയത്തിൽ, അതും അല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ടാർഗറ്റ് ഡേലോ അടിക്കുന്നതാണ്. നിഫ്റ്റിയിൽ ഡേലോ അടിക്കുമ്പോൾ 30 പോയിൻ്റ് ഇല്ലാണ്ടെങ്കിൽ മാനുവൽ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡ്, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊന്ന് ലോസ് 922.5 ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എൻട്രി എടുത്തത് 12:41 12:41 എൻട്രി എടുത്തിട്ട് അത് SL അടിച്ചത് 14:05 അതായത് ഒരു 1:45 ഏകദേശം ഒരു 1.25 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡാണത്. സോ എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് SL അടിച്ചത്. കുറേ നേരം അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് വല്ലാത്തൊരു മാർക്കറ്റാണ് ഇരുന്നത്. ഇവിടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, മൊത്തത്തിൽ നോക്കുമ്പോൾ ഭയങ്കര കൺസോൾട്ടേഷനാണ്. ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്നൊക്കെ പറയാം. ആ ഒരു റേഞ്ചിൽ തന്നെ ഇങ്ങനെ നിന്ന് കളിക്കുക. പക്ഷേ നമ്മൾ എൻട്രി എടുത്തത് ഇവിടെ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് നമ്മളെ സെറ്റപ്പ് പ്രകാരമുള്ള പ്രോപ്പറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എൻട്രി വന്നുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുത്തത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, മാർക്കറ്റ് ആ ലിക്വിഡിറ്റിയിൽ ആക്ട് ചെയ്തില്ല. ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ടാർഗറ്റിലേക്ക് പോയില്ല. ടാർഗറ്റിൻ്റെ അടുത്ത് വരെയൊക്കെ പോയിന്, ഡേലോൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ എന്നാലും ഏകദേശം അതിൻ്റെ അടുത്തേക്കൊക്കെ പോയിരുന്നു. അവിടുന്ന് പിന്നെ തിരിച്ചു കയറി പോകുന്നതാണ്. ആ ഡേലോ ടാപ്പ് ചെയ്തിരുന്നെങ്കിൽ അവിടെ എത്ര പോയിൻ്റാണുള്ളത് അതിൽ നമ്മൾ എക്സിറ്റ് അടിക്കാൻ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഭയങ്കരമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് അങ്ങനെ നിന്ന് കളിച്ച്. ഇനി എന്തായാലും പുതിയൊരു എൻട്രി വരണമെന്നുണ്ടെങ്കിൽ പുതിയ ഏതെങ്കിലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഇനിയിപ്പോൾ ടാപ്പ് ചെയ്യുകയാണെങ്കിലും നല്ല എൻട്രി വരുമെന്നുള്ള സംശയമാണ്. കാരണം ഇന്നത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എൻട്രി എടുത്താലും അങ്ങനെ തന്നെ തിരിഞ്ഞ് കളിക്കാനായിരിക്കും ചാൻസ്. അതുകൊണ്ട് എന്തായാലും നോക്കട്ടെ. ഇനി അഥവാ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഈ 2 ട്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്തായാലും ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്ന് അതിനുശേഷം വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമ്മൾ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയയും കൂടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് പക്ഷേ ടാപ്പ് ചെയ്തത് 3:20 അപ്പോഴേക്കും എൻട്രീൻ്റെ ടൈം കഴിഞ്ഞല്ലോ. ഒന്ന് മൊത്തത്തിൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഭയങ്കര കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസോൾട്ടേഷനാണ്. ഇനി ഒരു ഇതൊക്കെ വരച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ ഒരു പെട്ടിയൊക്കെ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കറക്റ്റ് ഇതാണ്. ഈ ഒരു റേഞ്ചിനുള്ളിൽ നിന്ന് ഇങ്ങനെ കളിച്ചാണ്. ഒരു 25,500 തൊട്ട് 57 ഒരു 50 പോയിന്റ് മാത്രമേ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ജസ്റ്റ് ഒരു ചെറിയൊരു സ്പൈക്ക് ഉണ്ടായി, അതിനുശേഷം താഴേക്ക് വന്നതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് ഈ റേഞ്ചിൽ തന്നെയാണ് കളിച്ചത്. സോ അങ്ങനത്തെ മാർക്കറ്റ് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് വലിയ കാര്യം എന്നുള്ള മാർക്കറ്റല്ല. പക്ഷെ ചില സമയത്ത് ഇതിൽ കിട്ടിയെന്ന് വരും കേട്ടോ. ചില സമയത്ത് ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ഇവിടുന്ന് ടിപ്പിൽ നിന്നൊക്കെ എൻട്രി ഇട്ടിട്ട് 30 പോയിൻ്റ് ടാർഗറ്റൊക്കെ സെറ്റ് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു സ്പൈക്കിൽ തന്നെ അല്പം 30 പോയിൻ്റ് കിട്ടിയെന്ന് വരും. മറ്റേ എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയെന്നൊക്കെ വരും. 30 പോയിൻ്റ് ഇതിൽ പോകുമ്പോൾ തന്നെ 30 പോയിൻ്റ് പ്രീമിയത്തിലും പോയിട്ടുണ്ടാവും. അതൊക്കെ ഓരോ ദിവസത്തിനനുസരിച്ചിട്ട് ഇതിനൊക്കെ അനുസരിച്ച് മാറിയിരിക്കും. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ സംഭവം. കംപ്ലീറ്റ് ഒരു അൺസർട്ടൈനിറ്റി ആണല്ലോ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കും. ചിലപ്പോൾ അങ്ങനെ വരും, ചിലപ്പോൾ നേരെ തിരിച്ചു വരും, എന്ത് വേണം സംഭവിക്കാം. നമ്മൾ എന്താണോ പ്ലാൻ അതിനനുസരിച്ച് കണ്ണു പൂട്ടേണ്ട എക്സിക്യൂട്ട് അത്രേ ഉള്ളൂ.
സോ ഇവിടെ ഫ്ലാറ്റ് ട്രെയിനിൽ കാണാൻ ഇന്നത്തെ 2 ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് 2 SL ആണ്. സോ 1-ാം തീയതിയാണ്. 1-ാം തീയതി ചോപ്പ് കണ്ട് നല്ല ഐശ്വര്യമായിട്ടുള്ള തുടക്കമാണ്. ഇനി എന്തായാലും ബാക്കി ദിവസങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.